ശ്രീ കൊടിക്കുന്നിൽ, താങ്കളാണ് പ്രോട്ടൈം സ്പീക്കർ ആകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 56-ലും 77-ലും കീഴ്വഴക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2024-ലും കീഴ്വഴക്ക ലംഘനം. അതിനെ ദളിത് വിവേചനം എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ 18ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ ഈ പ്രോട്ടൈം സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഏകകണ്ഠമായി റിപ്പോർട്ട് ചെയ്തത് 8ാം പ്രാവശ്യം ജയിച്ച സീനിയർ അംഗം എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്ന് ഞാനാണ് പ്രോട്ടൈം സ്പീക്കറാകാൻ സാധ്യത എന്നുള്ളത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അത് പാർലമെന്റിന്റെ കീഴ്വഴക്കം അല്ലെങ്കിൽ ലോക്സഭയിലെ കീഴ്വഴക്കം അനുസരിച്ചാണ്. പഴയ ചരിത്രം ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത കാലത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ UPA ഭരിക്കുന്ന സമയത്തും കോൺഗ്രസ് നേതൃത്വം UPA ഭരിക്കുമ്പോഴും NDA ഭരിക്കുമ്പോഴും അത് നരേന്ദ്രമോദിനെ 2014-ൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കമൽനാഥ് ആയിരുന്നു പ്രോട്ടൈം സ്പീക്കർ. 9ാമത്തെ പ്രാവശ്യം കമൽനാഥ്, അത് കോൺഗ്രസിന്റെ MP ആയിരുന്നു കമൽനാഥ്. 9ാം പ്രാവശ്യം കമൽനാഥിനെ പ്രോട്ടൈം സ്പീക്കറാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതായത് 17ാം ലോക്സഭയിൽ ഞങ്ങൾ രണ്ടുപേര്, അതായത് മേനക ഗാന്ധി ആയിരുന്നു 8 പ്രാവശ്യം ജയിച്ച മേനക ഗാന്ധി, അവരെ കേന്ദ്രമന്ത്രിയാക്കാത്തതുകൊണ്ട് അവരെ റിഫ്യൂസ് ചെയ്തു പ്രോട്ടൈം സ്പീക്കർ. അതിന് പകരമാണ് ഞങ്ങൾ രണ്ടുപേര് 7 പ്രാവശ്യം ജയിച്ചത് വീരേന്ദ്രകുമാർ, ഞാനാണ്. BJPയുടെ ആളെന്ന നിലയിൽ വീരേന്ദ്രകുമാറിനെ അവർ വെച്ച് എന്നെ പ്രോട്ടൈം സ്പീക്കർ പാനലിലുമാക്കി. ഇത്തവണയും ഞാനും വീരേന്ദ്രകുമാറുമാണ് 8 പ്രാവശ്യം ജയിച്ചു വന്നത്. അത് വീരേന്ദ്രകുമാർ സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ് മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മന്ത്രിയായപ്പോൾ പിന്നെ 8 പ്രാവശ്യം ജയിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെയാണ് കീഴ്വഴക്കം അനുസരിച്ച് ആക്കേണ്ടത്. ആ ഒരു ട്രഡീഷൻ പഴയകാല ചരിത്രമൊക്കെ പരിശോധിച്ചിട്ട് ആണ് ഇവരതിന് ന്യായീകരണം കണ്ടെത്തുന്നതെങ്കിൽ അതൊരു ന്യായീകരണത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 10-20 വർഷമായി അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് ഉള്ള പാർലമെന്റിൽ ലോക്സഭയുടെ കൺവെൻഷൻ അനുസരിച്ച് കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗം, ഏറ്റവും കൂടുതൽ കാലാവധി പൂർത്തിയാക്കുന്ന അംഗമാണ്. അവിടെയാണ് കൊടുക്കുന്നത് ചോദ്യം. ദളിതനായതുകൊണ്ടാണ് താങ്കളെ മാറ്റി നിർത്തുന്നതെന്നാണോ പറയുന്നത്? അല്ല, അതിന് ഞാനല്ല പറയേണ്ടത്. അത് നമ്മുടെ സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പരാമർശിച്ചിട്ടില്ല. എന്താണ് എന്റെ അയോഗ്യത, എന്നെ ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്താനുള്ള അയോഗ്യത എന്താണ്, അത് വിശദീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. അത് വിശദീകരിക്കേണ്ടത് BJP പ്രധാനമന്ത്രിയും അതുപോലെ പാർലമെന്ററി BJP അംഗം തുടർച്ചയായ 7 തവണ പാർലമെന്റിലെത്തിയ ആളാണ്. താങ്കൾക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നേരത്തെ BJP പ്രതിനിധി ശ്രീ പത്മനാഭൻ പറഞ്ഞത്. അല്ല, ആ ബ്രേക്ക് അതും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇയാൾ BJP അല്ലല്ലോ. ഇയാൾ കഴിഞ്ഞ 6 പ്രാവശ്യം ജയിച്ചു വന്നത് പത്രേരി മഹിത്താവ് BJD എന്ന് പറയുന്ന പാർട്ടിയിലാണ്. ആ പാർട്ടി പാർലമെന്റ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പാണ് BJP ചേർന്നത്, BJP അംഗമായത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് BJPയുടെ പാരമ്പര്യം ഇല്ലല്ലോ. BJPയുടെ പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണല്ലോ ഈ അടുത്ത മാത്രമാണ് ചോദിച്ചത്. BJD ആണ്, പിന്നീട് BJP ആയി, അവസാനത്തെ ഘട്ടത്തിൽ BJP ആയി എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ മനേക ഗാന്ധിയെ പ്രോട്ടൈം സ്പീക്കറായി രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്തിരുന്നു അല്ലേ? മനേക ഗാന്ധിയെ റിഫ്യൂസ് ചെയ്തു. കാരണം അവരെ കേന്ദ്രമന്ത്രിയാകാനാണ് അവർ ആഗ്രഹിച്ചത്. അതെ, പക്ഷേ മനേക ഗാന്ധിയെ വിജ്ഞാപനം ചെയ്തതിന് ശേഷമാണോ മനേക ഗാന്ധി റിഫ്യൂസ് ചെയ്തത്? അതെ. അങ്ങനെയാണെങ്കിൽ 91-ൽ മനേക ഗാന്ധി തോറ്റിട്ടുണ്ട്. ഇതിപ്പോ അവര് BJPയുടെ നേതാക്കളെ വീണെടുത്തുന്ന ഉരുളുകയാണ്. അവർക്ക് ഇതിന് ന്യായീകരണം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവര് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. അവർ എന്നാ പിന്നെ ഏതോ ഒരു BJP നേതാവ് ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നു, എന്നാ പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആക്കുന്നത് അത് പ്രോട്ടൈം സ്പീക്കർ തമ്മിൽ എന്താണ് ബന്ധം? പ്രോട്ടൈം സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് മുതിർന്ന അംഗം ആകേണ്ട ഒരു സ്ഥാനമാണ്. അതും ഓപ്പോസിഷൻ ലീഡറുമായിട്ട് ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവര് BJP ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അത് വിശദീകരിക്കേണ്ട പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി, എന്റെ അയോഗ്യത എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിയായും അതുപോലെ പാർലമെന്ററി കാര്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പ്രോട്ടൈം സ്പീക്കറുടെ കാര്യത്തിൽ? രാഷ്ട്രപതിയുടെ വിജ്ഞാപനമാണ്. അങ്ങനെയാണ് സ്പീക്കർമാരായി വന്നിട്ടുള്ള എത്രയോ പേര് പാർലമെന്റിൽ ലോക്സഭയിൽ മത്സരിച്ച് തോറ്റ എത്രയോ ആളുകൾ പിന്നെ സ്പീക്കറായി. അപ്പൊ പ്രോട്ടൈം സ്പീക്കർക്ക് മാത്രമാണോ തോൽവി? ഇക്കാര്യത്തില് ഒരു പ്രതിഷേധം ഉണ്ടോ? 95(1) പ്രകാരം ദ്രൗപദി മുർമു രാഷ്ട്രപതിയുടെ വിജ്ഞാപനമാണ്. അക്കാര്യത്തില് പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് ലോക്സഭയിൽ 24-ാം തീയതി ലോക്സഭ ചേരുമ്പോൾ ആ പ്രതിഷേധം ഉണ്ടാവുമോ? അല്ല, അത് ഇന്ത്യ സഖ്യമാണ്. കോൺഗ്രസ് പാർട്ടിയും
ഇന്ത്യ സഖ്യമാണ് തീരുമാനിക്കേണ്ടത്. അവര് തീർച്ചയായിട്ടും ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളും കോൺഗ്രസിന്റെ നേതാക്കളും ആലോചിച്ച് ഭാവി പരിപാടികൾ ഇപ്പൊ 24-ാം തീയതി സഭ ചേരുമല്ലോ, 23-ാം തീയതി എംപിമാരെല്ലാം എത്തും. ആ സമയത്ത് പാർട്ടി നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ചായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്. ഇതുവരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് അങ്ങനെ കോൺഗ്രസ് എന്തെങ്കിലും നീക്കം നടത്തുന്നതായി BJP സംശയിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 24-ാം തീയതിയും 25-ാം തീയതിയും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ മോഷൻ റൂൾ പ്രകാരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രൊട്ടം സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നിങ്ങൾ ആഗ്രഹിക്കുകയോ മുൻകൂട്ടി കാണുകയോ ചെയ്തുണ്ടോ? അല്ല, ലോക്സഭാ സ്പീക്കർ എപ്പോഴും സമവായത്തിലൂടെ സഭയിലെ നാഥൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടി നാഥനാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു സമവായത്തിലാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. ഈ അടുത്ത ഞാൻ 9ാം ലോക്സഭ മുതൽ അംഗമായിട്ടുള്ള ആളാണ്. ഇടയ്ക്ക് 2 ബ്രേക്ക് വന്നെങ്കിലും 9ാം ലോക്സഭയാണ്. ആ എല്ലാം സമവായത്തിലാണ് സ്പീക്കറെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞല്ലോ. സമവായം വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഭരണകക്ഷിയാണ്. അതെ, ഡെപ്യൂട്ടി സ്പീക്കർ തരുവാണെങ്കിൽ ഒരുപക്ഷെ സമവായം ഉണ്ടാകും. ഡെപ്യൂട്ടി സ്പീക്കർ നൽകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് 17ാം ലോക്സഭയിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അല്ല, അതിന്റെ ചർച്ച നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തേണ്ടത് ഗവൺമെന്റ് ഭാഗത്താണ്. പ്രധാനമന്ത്രിയും പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുന്ന ആളുകളുമായി പ്രതിപക്ഷമായി ചർച്ച ചെയ്ത് സ്പീക്കറുടെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണ്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗവൺമെന്റ് അങ്ങനെ സമവായ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർ പറയും. അങ്ങനെ അതുമായി സംസാരിച്ച് സമവായത്തിലെത്തുകയാണ് പതിവ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓൾറൈറ്റ്, വ്യക്തമാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നന്ദി സഹകരിച്ചതിന്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. Debate with MV Nikesh Kumar.